ഇന്ത്യയുടെ മേൽ ട്രംപിന്റെ മിന്നൽ തിരിവാക്ക് പിന്നാലെ അമേരിക്കയിൽ ട്രംപ് എഫക്ട് വാൾമാർട്ട് പോലെ വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുന്ന ഹൈപ്പർ മാർക്കറ്റിൽ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ അമേരിക്കയിലെ പൊതുവേദിയിൽ വെച്ച് പഴത്തിന്റെ താരിഫിനെ പറ്റി ചൂടേറിയ സംസാരമാണ് മെദ്ലിൻ ഡീൻ എന്ന കോൺഗ്രസ്കാരിയും US കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്കും കൂടി നടന്നത്. രസകരമായി തോന്നുന്നത് കോൺഗ്രസ് വുമണായ മിസ് ഡീൻ ഒരു വാഴപ്പഴം കൊണ്ടാണ് US കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്കിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. മിസ് ഡീൻ തന്റെ കയ്യിലുണ്ടായ വാഴപ്പഴമെടുത്ത് പൊക്കിക്കൊണ്ട് ചോദിക്കുന്നു, പഴത്തിന്റെ താരിഫ് എത്രയെന്ന്. 10% താരിഫ് എന്ന് ലുഡ്നിക്കിന്റെ മറുപടി പുറകെ വന്നു. ലുഡ്നിക്കിന്റെ മുഖത്ത് നോക്കി മിസ് ഡീൻ ഇങ്ങനെ പറഞ്ഞു, തനിക്ക് വാൾമാർട്ടിൽ നിന്നും പഴം കിട്ടണമെങ്കിൽ 8% അധികം കൊടുത്ത് വാങ്ങണമെന്ന് മിസ് ഡീനും പറഞ്ഞു. ലുഡ്നിക്ക് അതിനുത്തരമായി പറഞ്ഞത്, പഴം അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ നോ താരിഫ്, പുറത്തുനിന്ന് വാങ്ങിച്ചാൽ താരിഫ് ഉണ്ട്, പഴത്തിന് വിലയും കൂടും. അപ്പോ മിസ് ഡീൻ പറഞ്ഞു, അല്ലയോ ലുഡ്നിക്കെ, അമേരിക്കയിൽ പഴം ഉൽപ്പാദിപ്പിക്കാനോ? അത് നടക്കാത്ത കാര്യമാണ്. ഈ 10% താരിഫ് സാധാരണ ജനങ്ങൾ എന്തിനു സഹിക്കണമെന്ന് തിരിച്ചും ചോദ്യമായി. അവിടെയും ഇവിടെയും തൊടാതെ കൊമേഴ്സ് സെക്രട്ടറി ആ പഴത്തിന്റെ മുമ്പിൽ പെട്ടു. ഇവിടെ അമേരിക്കയെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു വലിയ സംഗതിയാണ് പണപ്പെരുപ്പം. അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിന് കടുത്ത വില കൊടുക്കേണ്ടി വന്നത് അമേരിക്കയിലെ ജനങ്ങളും. അമേരിക്കക്കും ഇന്ത്യക്കും ഇടയിലുള്ള വ്യാപാര കമ്മി 42 ബില്യനാണ്. അതേ ചൊല്ലി ഇന്ത്യയുടെ പാൽ കാർഷിക മേഖലകൾ അമേരിക്കയ്ക്ക് വേണ്ടി മലക്കെ തുറന്നിട്ട് കൊടുക്കണം, ഇന്ത്യ കണ്ണടക്കണമെന്ന്. അമേരിക്കയുടെ ചരിത്രത്തിൽ അമേരിക്ക എടുത്ത ഏറ്റവും മോശം തീരുമാനമായിരിക്കും ലോകരാജ്യങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് വ്യാപാര യുദ്ധം തുടങ്ങിയത് തന്നെ. എന്തിനിത്ര പറയുന്നു? അമേരിക്കയുടെ അയൽ രാജ്യങ്ങളായ മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യാപാര യുദ്ധത്തിൽ ബാധിച്ചില്ലേ? ലോകത്ത് അമേരിക്കയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന മെക്സിക്കോനെയും കാനഡയെയും വെറുപ്പിച്ചു. ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കത്തെ തുടർന്ന് ട്രംപിനി തർക്കം തീർക്കാതെ വ്യാപാര ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽപ്പാണ്. ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളാണ് വലുതെന്നും ഇന്ത്യ അമേരിക്കയ്ക്ക് അടിയറവ് എന്തായാലും പറയില്ലെന്നും പറഞ്ഞ് ഇന്ത്യ. അമേരിക്കയുടെ ഈ താരിഫ് യുദ്ധത്തിൽ അമേരിക്കയിൽ പണപ്പെരുപ്പവും സാമ്പത്തിക മാന്ദ്യവും ഉണ്ടാവുമെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ട്രംപിനെതിരെ രംഗത്തെത്തുമ്പോഴും ട്രംപ് സമാധാന നോബൽ സമ്മാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സൗത്ത് കോക്കസിലെ പ്രധാന 2 ശത്രുക്കളെ US ട്രംപ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, അർമേനിയയുടെ നിക്കോളാസ് പഷ്നിനെയും അസർബൈജാന്റെ ഇഹാം അലിയേനെയും. ട്രംപിന്റെ നോബൽ സമാധാന സമ്മാനത്തിനുള്ള പ്രപ്പോസൽ ഒപ്പിടിച്ചിട്ടാണ് ട്രംപ് അലിയേവിനെയും പഷ്നിനെയും ട്രംപ് US നിന്നും വിട്ടയച്ചത്. ട്രംപ് ഉള്ളത് കൊണ്ടാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതെന്നാണ് ട്രംപിന്റെ വാദം. ആ വാദം ശരിയാണെങ്കിൽ ഇന്ത്യയുമായി എന്തിന് ഈ ട്രംപ് തീരുവായിൽ കടംപിടുത്തം പിടിക്കുന്നു? ഒരു കാര്യം ഇവിടെ തിരുത്തേണ്ടതുണ്ട്. ട്രംപും ട്രംപിന്റെ വൈറ്റ് ഹൗസിലെ അനുചരന്മാരും പറഞ്ഞു നടക്കുന്നത് ഇന്ത്യയാണ് റഷ്യയുടെ വാർ മെഷീനിൽ ഫണ്ട് ചെയ്യുന്നതും ഇന്ത്യ അമേരിക്കൻ ഡോളറിൽ റഷ്യൻ ഓയിൽ വാങ്ങുന്നു. അപ്പോൾ US ഡോളർ ഉപയോഗിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് US സംബന്ധിച്ചിടത്തോളം US നാഷണൽ സെക്യൂരിറ്റി, എക്കണോമിക് സെക്യൂരിറ്റി ഇതെല്ലാം അപകടത്തിലാക്കുമെന്നാണ് വൈറ്റ് ഹൗസ് ട്രേഡ് അഡ്വൈസർ പീറ്റർ നവരോ അവകാശപ്പെടുന്നു. പീറ്ററിന് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് കണക്കൊന്നും അങ്ങ് ഒത്തു വരുന്നില്ലല്ലോ രാമ എന്നാണ് ട്രേഡ് അഡ്വൈസറിന്റെ വാദം. തിരിച്ച് ചൈനക്കൊന്നും കൊടുക്കുന്നില്ലേ എന്ന് ഈ ട്രേഡ് അഡ്വൈസറിനോട് ചോദിച്ചപ്പോ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ട്രംപ് രാവിലെ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിൽ കുറെ എണ്ണമുണ്ടല്ലോ, ചാടിക്കേറി രാത്രിയാണേലും ട്രംപ് പറഞ്ഞാൽ രാവിലെയാണെന്ന് അങ്ങ് സമ്മതിച്ചു കളയും. അപ്പോ ചൈനയല്ല അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത്, അത് ഇന്ത്യയെ തന്നെ. അമേരിക്കക്ക് അങ്ങനെ നോക്കുമ്പോൾ കൊടും ഭീഷണി ഉയർത്തുന്നത് ചൈന തന്നെ, പിന്നെയാണ് ഇന്ത്യ വരുന്നത്. ഈ വൈറ്റ് ഹൗസിലെ ചിങ്കരന്മാർക്കറിയില്ല ഇന്ത്യയും റഷ്യയും ലോക്കൽ കറൻസിയിലാണ് ഇടപാട് നടത്തുന്നതെന്ന്. അതുകൊണ്ട് അമേരിക്കൻ ഡോളറിലുള്ള ഇടപാടൊക്കെ ഇന്ത്യയും റഷ്യയും പണ്ടേ വിട്ടതാണ്. അപ്പോൾ പിന്നെ ട്രേഡ് അഡ്വൈസർ പീറ്റർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അമേരിക്കക്ക് ഇന്ത്യയെ തകർക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ ലീഡറായി നിൽക്കുന്നിടത്തോളം കാലം ഇനി US റഷ്യയും ചൈനയും അല്ല കൂടുതൽ ഭയക്കേണ്ടത്, അത് ഇന്ത്യയെ തന്നെ. എന്നാൽ മാത്രമേ അമേരിക്കയുടെ ഡോളറിന്റെ അന്തകനായ ബ്രിക്സിനെ ഒതുക്കാൻ US പറ്റുള്ളൂ. പക്ഷേ
പക്ഷേ ഇവിടെ അമേരിക്ക ഏത് നീക്കമെടുത്താലും ഇന്ത്യ US എന്തായാലും ചെക്ക് വെക്കും. അതിന് കാരണം ചൈനയും ഇന്ത്യയും തമ്മിൽ ശരിയാണ് അതിർത്തി തർക്കങ്ങളുണ്ട്. എന്നാൽ ഒരു ആവശ്യഘട്ടം വന്നാൽ അത് അമേരിക്കയെ പോലെ വമ്പൻ ശക്തി ഇന്ത്യയെ എതിർത്താൽ ചൈനയും ഇന്ത്യയും റഷ്യയും വീണ്ടും ശക്തി ആർജിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ അമേരിക്കയുടെ കാര്യം തീർന്നു. ഇന്ത്യയെ ട്രംപിന് അങ്ങനെയൊന്നും തകർക്കാനാവില്ലെന്നേ. 1998 ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മേൽ അമേരിക്ക അന്ന് ഉപരോധം കൊണ്ടുവന്നിട്ട് ഇന്ത്യയെ ഒരു വിരൽ കൊണ്ട് പോലും അമേരിക്കക്ക് അന്ന് അനക്കാനായില്ല. മറ്റൊരു ഉദാഹരണമായിരുന്നു 2008 അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് കൂപ്പുകുത്തി അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ് ക്രാഷ് ആയിട്ട് പോലും ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു ചുക്ക് സംഭവിച്ചില്ല. എന്നാൽ അതേ വർഷം ഇന്ത്യയുടെ GDPയിൽ റെക്കോർഡ് വർധനമാണ് കാണിച്ചത്. തീർന്നില്ല, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈന ഇന്ത്യയെ ആപ്പിലാക്കാൻ അപൂർവ മൂലങ്ങൾ മുതൽ ഫെർട്ടിലൈസേഴ്സ് വരെ ചൈന ഇന്ത്യക്ക് തരാതിരുന്നില്ലേ? എന്നിട്ട് പോലും ഇന്ത്യ അടിപൊളിയായി ഫെർട്ടിലൈസേഴ്സ് മൊറോക്കോ, റഷ്യ, സൗദി അടക്കം രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തപ്പോൾ അപൂർവ മൂലകങ്ങൾ ആഫ്രിക്കയും കടന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വളരെ സിമ്പിളായല്ലേ ചൈനയുടെ ആ നീക്കത്തെ ഇന്ത്യ മറികടന്നത്. ഇന്ത്യയിൽ അമേരിക്കൻ തീരുവ ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി അടക്കം മേഖലയെ ബാധിച്ചാലും ഇന്ത്യയുടെ GDP വളർച്ചയുടെ വളരെ ചെറിയ ശതമാനം മാത്രമാണ് കുറവ് വരികയുള്ളൂ. എന്നാൽ അമേരിക്കയെ ബാധിക്കാൻ പോകുന്നത് കടുത്ത പണപ്പെരുപ്പമാണ്. അമേരിക്കയിൽ നിലവിൽ വാൾമാർട്ട് പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരു തുണിക്ക് $4 വർധനവാണ് കാണിക്കുന്നത്. അത് അമേരിക്കയെ കാര്യമായി ബാധിക്കും. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുന്നത് കൊണ്ട് മാത്രമായിരുന്നു അമേരിക്കയിലെ ജനങ്ങൾക്ക് മിതഗതിയിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ അമേരിക്ക 50% തീരുവെന്ന ഉമ്പാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട. ട്രസ്റ്റ് മീ, ലോകത്തിൽ ഒരു ശക്തിക്കും ഇന്ത്യയെ തകർക്കാനാവില്ല. അടുത്ത വീഡിയോയുമായി വരാം.